വിൻറ്റേജ് ജേണലിന് ശേഷം നമ്മൾ ഇന്ന് കവായി തീംഡ് ജേണൽ സെറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വാഷി ടേപ്സിന് പറ്റിയിട്ടുള്ള ഡിസൈൻസ് കാണിച്ചു തരാം. ആദ്യം ഞാൻ കുറച്ച് സ്ട്രോബെറീസ് ആണ് കേട്ടോ ചെയ്യുന്നത്. വിൻറ്റേജ് ജേണൽ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ കുറേ ഡിസൈൻസ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ 30 റുപ്പീസിന് വാങ്ങിക്കുന്ന ആ ഒരു മാർക്കറാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ട്രോബെറീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എപ്പോഴത്തെ മാസ്റ്റർ പീസ് ആയിട്ടാണ് ഈ ഒരു ഗ്രിഡ് ലൈൻസ്. അപ്പോൾ അതിങ്ങനെ ഡയഗണൽ ആയിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ആ ഒരു ബോ ഡിസൈനും കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഈ ഒരു സ്പാർക്ലിംഗ് ഡിസൈൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഗ്രിഡ് ലൈൻസും കൂടി വരച്ചിട്ട് നമ്മുടെ 5 വാഷി ടേപ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേസ് വേണ്ടേ. അതിനായിട്ട് ഞാൻ കട്ടിയുള്ള ഒരു പേപ്പർ ഇതേപോലെ വെച്ചിട്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആവും. ഇനി ഇതിലൊന്ന് ചുറ്റി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ആ ഒരു യെല്ലോ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇതേപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി അതവിടെ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമുക്കത് കീറി എടുക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഒരു പേപ്പർ പീസും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാഷി ടേപ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറിയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ വാഷി ടേപ്പിലും യൂസ് ചെയ്യായിരുന്നു. ചെറുതും വലുതായിട്ടുള്ള കുറേ ചെറീസ് ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇവിടെ റെഡിയായി. ഇനി ഒരു ലാവൻഡർ ഹൈലൈറ്റർ എടുത്തിട്ട് ഞാനൊരു ലൈറ്റ് ആയിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രിഡ് ലൈൻസ് തന്നെ കേട്ടോ. സിമ്പിൾ ആയിട്ട് അതും ചെയ്ത് കൊടുത്തു. ഇനി പിങ്കും ബ്ലൂവും പെന്നും യൂസ് ചെയ്തിട്ട് ഇതേപോലെ വീണ്ടും ഗ്രിഡ് ലൈൻ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ച് വിട്ടാണ് കേട്ടോ വരച്ചത്. പിന്നെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ബോ കൂടി വെച്ച് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ വേറൊരു ഹൈലൈറ്റർ എടുത്തിട്ട് ഇതേപോലെ സിഗ്സാഗ് ആയിട്ട് പാറ്റേൺ വരച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളതും കമന്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതൊരു മിനി സ്റ്റിക്കി നോട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 4x4 ഇതേപോലെ കളർ പേപ്പർ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ സെല്ലോ ടേപ്പ് അതിന്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എത്ര സ്റ്റിക്കി നോട്ട്സ് ആണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കുറേ ഷീറ്റ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെല്ലോ ടേപ്പിന്റെ മുകളിൽ മാത്രം ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വർക്കിംഗ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ 2 കളേഴ്സിലാണ് ചെയ്തത്. ഇനി നമുക്ക് മെയിൻലി വേണ്ടത് കവായി തീംഡ് സ്റ്റിക്കേഴ്സ് അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. നേരെ പിൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്. ഗ്ലൂ യൂസ് ചെയ്തിട്ടും ഗ്ലൂ യൂസ് ചെയ്യാതെ നമ്മൾ സ്റ്റിക്കേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഗ്ലൂ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. പിൻട്രസ്റ്റിൽ കവായി സ്റ്റിക്കേഴ്സ് ഫോർ ഡ്രോയിങ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറേ ഇമേജസ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നോക്കി വരയ്ക്കുക. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ട്രേസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യണേ. ഞാനിപ്പോൾ കുറേ വട്ടം ചെയ്ത ഒരു എക്സ്പീരിയൻസിലൂടെ നേരെ മാർക്കർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. ഇതേപോലെ തന്നെ പിൻട്രസ്റ്റിൽ നമുക്ക് കവായി ഗേൾ സ്റ്റിക്കേഴ്സ് ഫോർ ഡ്രോയിങ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും കുറേ ഇമേജസ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റിക്കേഴ്സ് ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം വരച്ചു, കട്ട് ചെയ്തു, അതേപോലെ തന്നെ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും റിപ്പീറ്റഡ് ആയിട്ട് തന്നെയല്ലേ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കട്ടിങ്ങും കളറിങ്ങും ഒന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് ഗ്ലൂ അതിന്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഗ്ലൂ ഇല്ലാതെ എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാൻ നെയിം സ്ലിപ്പ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒപ്പം കിട്ടുന്ന ആ ഒരു പേപ്പർ ഇല്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെയിം സ്ലിപ്പിന്റെ ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ളതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ തന്നെ യൂസ് ചെയ്യാം. അതാണ് ഈ ഒരു യെല്ലോ കളറായിട്ട് കാണുന്നത്. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിന്റെ ആ ഒരു മുകളിൽ കൂടിയും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു യെല്ലോ പോർഷൻ നന്നായിട്ട് കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇതൊക്കെ വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ നെക്സ്റ്റ് ഷോർട്ട് വീഡിയോസിലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ അതേപോലെ സ്റ്റിക്കി നോട്ട്സും കുറച്ച് വാഷി ടേപ്സും പിന്നെ അതേപോലെ പാറ്റേൺ പേപ്പേഴ്സും ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവരുടെ അടുത്തും വേണ്ടിയിട്ടുള്ള കുറച്ച് ജേണൽ സപ്ലൈസസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജേണൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കിന്റെ ലോങ് വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ അതേപോലെ വിൻറ്റേജ് തീമിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇതൊക്കെ. ആ ഒരു കോഡ്സിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.